നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വെറും ഒരു ഗായികയെ കുറിച്ചല്ല, അതൊരു ചരിത്രമാണ്. 8 പതിറ്റാണ്ടോളം ഇന്ത്യൻ സംഗീതത്തിന്റെ അല്ലെങ്കിൽ ലോക സംഗീതത്തിന്റെ തന്നെ നെഞ്ചിടിപ്പായിരുന്ന വിഖ്യാത ഗായിക ആശാ ഭോസ്ലയെ കുറിച്ചാണ്. പുള്ളിക്കാരിയെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ അതൊരു 5 മിനിറ്റ് എത്തിയുന്ന പരിപാടിയല്ല. കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും വേണം ആ ജീവിതം ഒന്ന് പറഞ്ഞു തീർക്കാൻ. ആ 4 ഐറ്റംസ് ആണ് ആ ജീവിതത്തിൽ മൊത്തം. നമുക്ക് പുള്ളിക്കാരുടെ ആ പഴയ കാലം തൊട്ടൊന്ന് ഓടിച്ചു നോക്കാം. 1933 പഴയ ബോംബെ പ്രസിഡൻസിയിലെ ഒരു കുഗ്രാമത്തിൽ സംഗീതം ജീവശ്വാസമായ ഒരു കുടുംബത്തിലാണ് ആ കുട്ടി ജനിക്കുന്നത്. ദീനാനാഥ് മങ്കേഷ്കർ എന്ന സംഗീത മാന്ത്രികന്റെ മകളായിട്ട്. പിച്ച വെച്ച് തുടങ്ങിയത് തന്നെ സംഗീതത്തിന്റെ തറവാട്ട് മുറ്റത്ത്. പക്ഷേ വിധി പുള്ളിക്കാരിക്ക് വെച്ചിരുന്നത് പൂമത്തെയൊന്നും അല്ലായിരുന്നു. വെറും 9 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. ഒരു വലിയ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം മൊത്തം ആ ചെറിയ കുട്ടിയുടെ തലയിലായി. ലതാജി എന്ന നമ്മുടെ ലതാ മങ്കേഷ്കർ ചേച്ചിയും ആശാജിയും കുട്ടി പാടി തുടങ്ങിയത് കുടുംബം പട്ടിണിയില്ലാതെ നോക്കാനായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പുള്ളിക്കാരി നടത്തിയ ഒരു പോരാട്ടമുണ്ട്. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ വിസ്മയം. പലരും പറഞ്ഞു ലതാജിയുടെ ശബ്ദത്തിന്റെ നിഴലിൽ പുള്ളിക്കാരി അങ്ങ് ഒതുങ്ങിപ്പോകുമെന്ന്. പക്ഷേ പുള്ളിക്കാരിയുടെ ഉള്ളിൽ ഒരു കനലുണ്ടായിരുന്നു. ആ കനലാണ് പിന്നീട് ഇന്ത്യൻ സിനിമയെ മൊത്തം പിടിച്ചു കുലുക്കിയ തീയായി മാറിയത്. വെറും ഒരു ഗായിക എന്നതിനപ്പുറം ജീവിതത്തിലെ സങ്കടങ്ങളോടും കഷ്ടപ്പാടുകളോടും ലതാജി പൊരുതി കരുതി എങ്ങനെയാണെന്ന് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പൊ ശരി, നമുക്ക് ആ യാത്ര തുടങ്ങാം. ആ കൊച്ചു പെൺകുട്ടിയിൽ നിന്നും ഇന്ത്യൻ സംഗീതത്തിന്റെ ചക്രവർത്തിയിലേക്കുള്ള ആ യാത്ര, അതിന്റെ ഓരോ മുക്കും മൂലയും നമുക്കിന്ന് ഈ സ്റ്റോറിയുടെ ഒന്ന് അരിച്ചു പെറുക്കി നോക്കാം. അപ്പോ എല്ലാവരും റെഡി ആയിരുന്നോ? ഇത് ആശാ ഭോസ്ലെ എന്ന ഇതിഹാസത്തിന്റെ കഥയാണ്. നമ്മൾ പറഞ്ഞു വന്നത് ആ കൊച്ചു പെൺകുട്ടിയുടെ കഥയാണ്. അച്ഛന്റെ മരണത്തോടെ കുടുംബം ആകപ്പാടെ ഒന്ന് ഉലഞ്ഞു പോയ സമയം. ഏതൊരു സാധാരണ കുടുംബത്തിലും സംഭവിക്കാവുന്ന പോലെ മൂത്തവർക്ക് ഉത്തരവാദിത്വം കൂടി. ലതാജി പാടി തുടങ്ങി, കൂടെ താങ്ങായി ആശാജിയും കൂടി. പക്ഷെ പുള്ളിക്കാരിക്ക് വെറും 16 വയസ്സുള്ളപ്പോൾ എടുത്ത ഒരു തീരുമാനം ജീവിതമാകെ മാറ്റിമറിച്ചു. വീട്ടുകാരുടെ എതിർപ്പൊക്കെ വകവയ്ക്കാതെ പുള്ളിക്കാരി ഗണപതിറാവു ഭോസ്ലെ എന്ന ആളെ കല്യാണം കഴിച്ചു. അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം നമ്മൾ സിനിമയിലേക്ക് കാണുന്നതിനേക്കാൾ വലിയ ട്വിസ്റ്റുകളായിരുന്നു. ആ ബന്ധം പുള്ളിക്കാരി വിചാരിച്ച പോലെ അത്ര സുഖകരമായിരുന്നില്ല. 3 മക്കളുമായി പുള്ളിക്കാരിക്ക് ആ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കയ്യിൽ ചില്ലി കാശില്ല, കൂട്ടിന് 3 ചെറിയ കുട്ടികള്, പിന്നെ ഉള്ളത് പാടാനുള്ള ആ ചങ്കൂറ്റം മാത്രം. നമ്മൾ സാധാരണ പറയില്ലേ തലവറ മാറ്റി വരയ്ക്കണമെന്ന്, അത് തന്നെയായിരുന്നു പുള്ളിക്കാരിയുടെ അവസ്ഥ. അന്ന് സംഗീത ലോകത്ത് ലതാജി എന്ന വൻമരം പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന കാലമാണ്. പുള്ളിക്കാരിയുടെ ശബ്ദത്തോട് സാമ്യമുള്ള ആരെയും അന്ന് മാർക്കറ്റിൽ അടുപ്പിക്കില്ലായിരുന്നു. ലതയുടെ അനിയത്തിയല്ലേ, ലത പാടുന്നത് പോലെ പാടിക്കൂടെ എന്നൊക്കെ ചോദിച്ച് പലരും പുള്ളിക്കാരിയെ നിരുത്സാഹപ്പെടുത്തി. പക്ഷെ പുള്ളിക്കാരിക്ക് ഒരു വാശിയുണ്ടായിരുന്നു. ലതാജിയുടെ നിഴലാവാനല്ല, മറിച്ച് സ്വന്തമായി ഒരു തണലുണ്ടാക്കാനാണ് താൻ വന്നതെന്ന്. അന്ന് പ്രമുഖ സംഗീത സംവിധായകർ പോലും പുള്ളിക്കാരിക്ക് കൊടുത്തത് എന്താണെന്നോ? പാടാൻ ബുദ്ധിമുട്ടുള്ള പാട്ടുകള്, അല്ലെങ്കിൽ മറ്റുള്ളവർ വേണ്ടെന്ന് വെച്ച പാട്ടുകള്. പക്ഷെ പുള്ളിക്കാരി അതൊന്നും പുച്ഛിച്ച് തള്ളിയില്ല. കിട്ടിയ അവസരങ്ങളൊക്കെ പൊന്നും വില കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങി. ഓരോ പാട്ടിലും പുള്ളിക്കാരി സ്വന്തം സ്റ്റൈൽ കൊണ്ടുവന്നു. പാടുമ്പോൾ ഒരു ചെറിയ ശ്വാസം വിടുന്നതിൽ പോലും, ഒരു വരി നീട്ടിപ്പിടിക്കുന്നതിൽ പോലും ആശാജി എന്ന ആ വിഖ്യാത ഗായികയുടെ മുദ്രയുണ്ടായിരുന്നു. ആ കാലത്തെ പാട്ടുകൾ കേട്ടാൽ നിങ്ങൾക്കറിയാം, വെറും ഒരു വരി പാടുകയല്ല പുള്ളിക്കാരി ചെയ്തത്, അതിലേക്ക് ജീവൻ ഊതുകയായിരുന്നു. ആ കഠിനാധ്വാനവും ആ നിശ്ചയദാർഢ്യവുമാണ് പിന്നീട് വരാനിരുന്ന വലിയൊരു വിപ്ലവത്തിന്റെ തുടക്കം. ലതാജി മെലഡികളുടെ രാജ്ഞിയായിരുന്നെങ്കിൽ ആശാജി സംഗീതത്തിലെ സർവകല വല്ലഭയായി മാറുകയായിരുന്നു. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ പുള്ളിക്കാരി ആ കള അങ്ങ് പിടിച്ചെടുക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് പുള്ളിക്കാരിയുടെ ആ കട്ട വെയിറ്റിംഗ് കാലത്തെ കുറിച്ചാണല്ലോ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ആശാജി നടത്തിയ ഒരു വരവുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മാസ് എൻട്രി തന്നെയായിരുന്നു. അന്ന് സിനിമയിൽ ലതാജി പാടുന്ന ടൈപ്പ് മെലഡികൾക്ക് നല്ല ഡിമാൻഡുള്ള കാലം. പക്ഷെ സംഗീത സംവിധായകരായ OP നയ്യാറും
ആർ.ഡി. ബർമനും ഒക്കെ വന്നതോടെ സീനാകെ മാറി. സാധാരണ പറയുന്ന പോലെ പുതിയൊരു ഐറ്റം വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഓളം ഉണ്ടല്ലോ, അതുപോലെയായിരുന്നു അത്. ആശാജിയുടെ ശബ്ദത്തിലെ ആ ഒരു പവർ, അത് തിരിച്ചറിഞ്ഞ ഒ.പി. നയ്യാർ സാറുടെ കൂടെയുള്ള ആ ഒരു കാലം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലതാജി ഇല്ലാതെ തന്നെ ഹിറ്റുകൾ പടച്ചു വിടാമെന്ന് പുള്ളിക്കാരി തെളിയിച്ചു. നയാ ദൗർ പോലുള്ള സിനിമകളിലെ പാട്ടുകൾ കേട്ടാൽ അറിയാം, പുള്ളിക്കാരി ആ പാട്ടുകളിൽ കാണിച്ച ആ ഒരു എനർജി, അതൊരു ഒന്നൊന്നര ഐറ്റമായിരുന്നു. ഇവിടെയാണ് നമുക്ക് പുള്ളിക്കാരിയോടുള്ള ബഹുമാനം കൂടുന്നത്. അന്നത്തെ കാലത്ത് ഒരു പെണ്ണൊരുത്തി ഒറ്റയ്ക്ക് നിന്ന് ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയോട് ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ലതാജി പാടാത്ത ടൈപ്പ് പാട്ടുകൾ, അതായത് ഇത്തിരി സ്പീഡുള്ളത്, വെസ്റ്റേൺ സ്റ്റൈൽ കലർന്നത്, അതൊക്കെ ആശാജിക്ക് കിട്ടി. പക്ഷെ പുള്ളിക്കാരി അത് വെറും പാട്ടായിട്ടല്ല കണ്ടത്. ഓരോ വരിയിലും പുള്ളിക്കാരിയുടെ ആ തനത് ശൈലി, ആ ഒരു ഭാവം പുള്ളിക്കാരി കൊണ്ടുവന്നു. പിന്നെയാണ് ആർ.ഡി. ബർമൻ എന്ന സംഗീത മാന്ത്രികൻ വരുന്നത്. പുള്ളിക്കാരിയുടെ ജീവിതത്തിലും സംഗീതത്തിലും ആർ.ഡി. ബർമൻ ഉണ്ടാക്കിയ ആ മാറ്റം വലുതാണ്. തേരാ മേരെ സപ്നെ തൊട്ട് യേ മേരാ ദിൽ വരെ ഓ, ആ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു വശത്ത് പാവം കുട്ടിയെ പോലെ പാടും, മറുവശത്ത് തകർപ്പൻ ക്യാബറെ പാട്ടുകൾ പാടി നമ്മളെ ഞെട്ടിക്കും. ഇതിനിടയില് ഉറുദു ഗസലുകളും പുള്ളിക്കാരി പാടിയിട്ടുണ്ട്. നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ പുള്ളിക്കാരി എല്ലാ പണിയും അറിയാവുന്ന ഒരു സകലകല വല്ലഭയായിരുന്നു. ആ കാലത്ത് റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിൽ ആശാജി വന്നാൽ ഒരു പ്രത്യേക വൈബായിരുന്നു. എത്ര വലിയ പാട്ടാണെങ്കിലും പുള്ളിക്കാരി ഒറ്റയടിക്ക് പാടി തീർക്കും. പുള്ളിക്കാരിയുടെ ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. വിഖ്യാത ഗായിക എന്ന പേര് ചുമ്മാ കിട്ടിയതല്ല എന്ന് പുള്ളിക്കാരി തന്റെ ഓരോ ശ്വാസത്തിലും തെളിയിച്ചുകൊണ്ടിരുന്നു. ഇന്നും നമ്മൾ കേൾക്കുന്ന പല സൂപ്പർ ഹിറ്റ് പാട്ടുകളും അന്നത്തെ ആ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. അപ്പോ സുഹൃത്തുക്കളെ, ഇത്രയും കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് വെറും സ്റ്റോറി അല്ലെന്ന്. ഇനി വരാനിരിക്കുന്ന പുള്ളിക്കാരിയുടെ ലോക പ്രശസ്തിയെ കുറിച്ചും നമ്മുടെ മലയാളത്തിൽ പാടിയ ആ മനോഹര ഗാനത്തെ കുറിച്ചുമാണ്. നമുക്ക് അതും കൂടി ഒന്ന് നോക്കിയാലോ? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നമ്മൾ ഇതുവരെ കണ്ടത് പുള്ളിക്കാരിയുടെ പോരാട്ടമായിരുന്നു. എന്നാൽ ഇനി പറയാൻ പോകുന്നത് പുള്ളിക്കാരി ലോകം മൊത്തം അങ്ങ് അടക്കി വാണ കഥയാണ്. ആശാജിയുടെ ശബ്ദം കടൽ കടന്നങ്ങ് ദൂരെ രാജ്യങ്ങളിൽ വരെ ചെന്നെത്തി. വിഖ്യാത ഗായിക എന്ന ആ ലേബൽ പുള്ളിക്കാരിക്ക് വെറുതെ കിട്ടിയതല്ല, അത് പുള്ളിക്കാരി വെട്ടിപ്പിടിച്ചതാണ്. പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്, പുള്ളിക്കാരി വെറും ഹിന്ദിയിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരാളല്ല. ഏകദേശം 20ഓളം ഭാഷകളിൽ പുള്ളിക്കാരി പാടിയിട്ടുണ്ട്. പുള്ളിക്കാരി തൊടാത്ത ഒരു ഏരിയ പോലുമില്ല. ഇംഗ്ലീഷിലും റഷ്യനിലും എന്തിന് മലയാള ഭാഷയിൽ വരെ പുള്ളിക്കാരി പാട്ടുകൾ പാടി ലോകത്തെ ഞെട്ടിച്ചു. വെസ്റ്റേൺ ബാൻഡായ കോർണർ ഷോപ്പ് പുള്ളിക്കാരിക്ക് വേണ്ടി ബ്രിംഫുൾ ഓഫ് ആശ എന്നൊരു പാട്ട് തന്നെ ഇറക്കി. അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഭിമാനം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് പുള്ളിക്കാരിയെ തേടി വന്നത് ഓർമ്മയുണ്ടോ? ലോകത്ത് ഏറ്റവും കൂടുതൽ പാട്ടുകൾ റെക്കോർഡ് ചെയ്ത ഗായികയായി പുള്ളിക്കാരി അവർ തിരഞ്ഞെടുത്തു. 10,000 പാട്ടുകൾ, ഓരോ പാട്ടും ഒന്നിനൊന്ന് വ്യത്യസ്തം. പുള്ളിക്കാരത്തിയുടെ ആ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, അത് നമ്മളെ പോലെയുള്ളവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പ്രായം കൂടുന്തോറും പുള്ളിക്കാരിയുടെ ശബ്ദത്തിന് പവർ കൂടുകയായിരുന്നു. 70കളിലും 80കളിലും പുള്ളിക്കാരി പാടിയ പാട്ടുകൾ കേട്ടാൽ ഒരു 18കാരിയുടെ ആവേശം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, നമ്മളെ ഇത്രയും നേരം ഇന്ത്യ മൊത്തം കറങ്ങി നടന്ന കഥയല്ലേ പറഞ്ഞത്? എന്നാൽ ഇനി നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് ഒന്ന് വരാം. ആശാജി ഇന്ത്യയിലെ മിക്ക ഭാഷകളിലും പാടിയിട്ടുണ്ടെങ്കിലും നമ്മൾ മലയാളത്തിൽ പാടിയത് ഒരേ ഒരു പാട്ടാണ്. 1978 ഇറങ്ങിയ തണൽ എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു പുള്ളിക്കാരി ആ പാട്ട് പാടിയത്. നമ്മുടെ നിത്യഹരിത നായകൻ പ്രേം നസീറും ജയഭാരതിയും അഭിനയിച്ച സിനിമ. പുള്ളിക്കാരി പാടിയത് ജയഭാരതിക്ക് വേണ്ടിയായിരുന്നു. മലയാളത്തിന്റെ മണമുള്ള വരികൾ എഴുതിയത് സാക്ഷാൽ ONV കുറുപ്പ്. ഈണം നൽകിയത് സംഗീത മാന്ത്രികൻ രവീന്ദ്രൻ മാസ്റ്ററും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിഹാസങ്ങൾ ഒന്നിച്ചു കൂടിയ പാട്ടായിരുന്നു അത്. നദികൾ സഖികൾ എന്ന് തുടങ്ങുന്ന ആ പാട്ട്, പുള്ളിക്കാരിയുടെ ആ ഒരു ശബ്ദത്തിന് മലയാളം എത്ര മനോഹരമായി വഴങ്ങുമെന്ന് ആ പാട്ട് കേട്ടാൽ മനസ്സിലാകും.
മലയാളം പറയാൻ ഇത്തിരി പ്രയാസമുള്ള ഭാഷയാണെങ്കിലും ഒരു വിഖ്യാത ഗായികയുടെ ആത്മാർത്ഥതയോടെ ഓരോ വാക്കും പുള്ളിക്കാരി അത്ര കൃത്യമായിട്ടാണ് പാടിയത്. പുള്ളിക്കാരി ആ പാട്ടങ്ങ് അടിച്ചു പൊളിച്ചു കയ്യിൽ കൊടുത്തു. രവീന്ദ്രൻ മാസ്റ്ററുടെ ആദ്യത്തെ സിനിമയായിരുന്നു അത് എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ പാട്ടിന് ഒരു ചരിത്ര പ്രാധാന്യവുമുണ്ട്. പ്രേം നസീറും ജയഭാരതിയും സ്ക്രീനിൽ തകർക്കുമ്പോൾ പശ്ചാത്തലത്തിൽ ആശാജിയുടെ ആ ശബ്ദം കേൾക്കുന്നത് ഒരു ഒന്നൊന്നര ഫീല് തന്നെയായിരുന്നു. പുള്ളിക്കാരി പിന്നീട് മലയാളത്തിൽ പാടിയില്ലെങ്കിലും ഈ ഒരൊറ്റ പാട്ട് മതി പുള്ളിക്കാരിക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒരു ഇരിപ്പിടം തരാൻ. സംഗീതത്തിന് അതിർവരമ്പുകളില്ല എന്ന് പുള്ളിക്കാരി തെളിയിച്ചത് ഇതുപോലെയുള്ള നിമിഷങ്ങളിലൂടെയാണ്. ഭാഷ ഏതായാലും ആ പാട്ടിലെ വികാരം ഒട്ടും ചോർന്നു പോകാതെ അവതരിപ്പിക്കാൻ പുള്ളിക്കാരി കാണിച്ച ആ ഒരു മിടുക്ക്, അത് തന്നെയാണ് പുള്ളിക്കാരിയെ ഒരു യൂണിവേഴ്സൽ ഐക്കണാക്കി മാറ്റിയത്. പുള്ളിക്കാരിയുടെ കരിയറിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി ആരെയും അനുകരിച്ചില്ല. സ്വന്തം വഴി പുള്ളിക്കാരി തന്നെ വെട്ടിത്തെളിച്ചു. ആ ചങ്കുറ്റമാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. അവാർഡുകളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും പത്മവിഭൂഷണും ഒക്കെ ആ ഷോക്കേസിൽ ഇരിക്കുമ്പോൾ പുള്ളിക്കാരി ഒട്ടും അഹങ്കാരമില്ലാതെ പാടിക്കൊണ്ടേയിരുന്നു. സംഗീതം പുള്ളിക്കാരിക്ക് വെറും ഒരു പണിയല്ലായിരുന്നു, അത് പുള്ളിക്കാരിയുടെ ജീവനായിരുന്നു. ഇത്രയും കേട്ടപ്പോ തന്നെ പുള്ളിക്കാരിയുടെ ആ ഒരു റേഞ്ചും മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? നമ്മൾ ഈ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. 8 പതിറ്റാണ്ട്, അതൊരു ചെറിയ കാലമൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ പ്രായം ചെന്ന കാരണവർമാർ പറയുന്നത് പോലെ ഒരു ആയുസ് മുഴുവൻ സംഗീതത്തിന് വേണ്ടി ഹോമിച്ച ഒരു ജീവിതം. വിഖ്യാത ഗായിക ആശാ ഭോസ്ലെ നമ്മളെ വിട്ടു പിരിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അത് വെറുമൊരു മരണവാർത്തയല്ല, ഒരു വലിയ യുഗത്തിന്റെ അവസാനമാണ്. സംഗീതത്തിന്റെ ആ വലിയ തറവാട്ടിലെ അവസാനത്തെ വിളക്കും അണഞ്ഞതുപോലെ. പുള്ളിക്കാരുടെ അവസാന കാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. പ്രായം 90കൾ കഴിഞ്ഞിട്ടും പുള്ളിക്കാരുടെ ആ ചുറുചുറുക്കിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ആ ഒരു ചങ്കൂറ്റം പുള്ളിക്കാരുടെ അവസാന ശ്വാസം വരെ ഉണ്ടായിരുന്നു. ലതാജി പോയപ്പോൾ ഉണ്ടായ ആ വലിയ സങ്കടം പുള്ളിക്കാരി ഉള്ളിലൊതുക്കി. പക്ഷേ ആ 2 സഹോദരിമാരും ഇന്ത്യൻ സംഗീതത്തിന് നൽകിയ ആ ഒരു പവർ ഉണ്ടല്ലോ, അത് ലോകാവസാനം വരെ ഇവിടെ ഉണ്ടാകും. ആശാജി നമ്മളോട് പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്: ജീവിതം എങ്ങനെയൊക്കെ നമ്മളെ തളർത്തിയാലും നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടേയിരിക്കണം. സ്വന്തം കുടുംബത്തിന് വേണ്ടി പാടി തുടങ്ങി. ഒടുവിൽ ലോകത്തിന്റെ മുഴുവൻ പ്രിയങ്കരിയായി മാറിയ ആ യാത്ര. പുള്ളിക്കാരി പാടിയ ഓരോ പാട്ടിലും ആ ജീവിതത്തിന്റെ കയ്പും മധുരവും ഉണ്ടായിരുന്നു. ആ വിഖ്യാത ഗായിക നമ്മളോട് വിട പറയുമ്പോൾ അവർ നമുക്ക് ബാക്കി വെച്ചു പോകുന്നത് ലക്ഷക്കണക്കിന് പാട്ടുകൾ മാത്രമല്ല, തോറ്റു കൊടുക്കരുത് എന്ന വലിയൊരു പാഠം കൂടിയാണ്. ഇനി ആ ശബ്ദത്തിൽ പുതിയൊരു പാട്ട് നമ്മളെ തേടി വരില്ലായിരിക്കും. പക്ഷേ നമ്മൾ എപ്പോഴൊക്കെ ഒരു റേഡിയോ തുറക്കുമ്പോഴോ എപ്പോഴൊക്കെ ഫോണിൽ ഒരു പാട്ട് പ്ലേ ചെയ്യുമ്പോഴോ അപ്പോഴൊക്കെ ആ ശബ്ദം നമ്മുടെ കൂടെ ഉണ്ടാകും. ഓരോ ഇടവഴിയിലും ഓരോ വീടുകളിലും ആ പാട്ടുകൾ എന്നും മുഴങ്ങും. മരണം എന്നതിന് പുള്ളിക്കാരുടെ ശബ്ദത്തെ തൊടാൻ കഴിയില്ല, കാരണം ഇതിഹാസങ്ങൾക്ക് മരണമില്ല. ആശാജി, നിങ്ങൾ പോയത് സംഗീതത്തിന്റെ മാലാകമാരുടെ അടുത്തേക്കാണ്, ലതാജിയുടെ അടുത്തേക്ക്. അവിടെ ഇരുന്ന് നിങ്ങൾ ഇനിയും പാടിക്കൊണ്ടിരിക്കൂ. ഈ ഭൂമിയിലുള്ളവർക്ക് എന്നും ആശ്വാസമായി നിങ്ങളുടെ ആ പാട്ടുകൾ ഇവിടെ ഉണ്ടാകും. വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല നിങ്ങളുടെ ആ വലിയ ജീവിതം. എങ്കിലും ഈ എളിയ രീതിയിൽ നിങ്ങളെ സ്മരിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. വിഖ്യാത ഗായികയ്ക്ക്, സംഗീതത്തിന്റെ ആ മഹാറാണിക്കിത ഞങ്ങളുടെ 1000 പ്രണാമം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോ ശരി എന്നാ.